What a dominion! അന്ധകാരത്തിന്റെ 450 പ്രവാചകന്മാർ, 850 ശക്തമായ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ നിൽക്കുകയാണ്. അതിന് മധ്യത്തിൽ ഒരു മനുഷ്യൻ, ഏലിയാവിന്റെ ആത്മാവ്, the spirit of boldness, the spirit who takes up challenge, the spirit who likes to fight, the spirit who comes against everything that's oppressing God. ദൈവത്തിന്റെ സിസ്റ്റത്തിന് വിരോധമായ, ദൈവത്തിന്റെ ആധിപത്യത്തിന് വിരോധമായി എഴുന്നേറ്റ് പോരാടുന്ന ഒരു ആത്മാവാണ് ഏലിയാവിന്റെ ആത്മാവ്. People of God, church, get ready. ഇങ്ങനെയുള്ള സമയങ്ങളിലേക്ക് if we want to draw confrontation, ബാലിന്റെ യാഗപീഠങ്ങളെ തകർക്കണമെങ്കിൽ, അശേരയുടെ യാഗപീഠങ്ങളെ തകർക്കണമെങ്കിൽ, പൈശാചിക അധികാരികളെ, പ്രധാനങ്ങളെ തകർക്കണമെങ്കിൽ, പിടിച്ചുകെട്ടണമെങ്കിൽ, somebody has to rise in the ranks of the spirit and put on the spirit of Elijah. ഏലിയാവിന് മരിക്കാൻ പേടിയാണോ? അതുകൊണ്ടാണോ താൻ ഡിപ്രഷനിൽ പോയത്? യെസബേലിന്റെ വാക്കിന് മുമ്പിൽ താൻ ഭയപ്പെട്ടു പോയത്? ഞാൻ ചിന്തിക്കുന്നു അങ്ങനെയല്ല. ഏലിയാവിനെ കൊന്നുകളയുമെന്ന് തനിക്കറിയാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ഈ ദൗത്യത്തിന് വേണ്ടി ഈ പുസ്തകം പിടിച്ച് ഇറങ്ങുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ചർച്ചയിൽ ഇങ്ങനെ കിടന്ന് ചാടാൻ എളുപ്പമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ഏത് സമയത്തും നിന്നെ പിടിച്ച് ജയിലിടാം, ഏത് സമയത്തും നിന്നെ തടവിലാക്കാം, ഏത് സമയത്തും നിന്നെ കൊല്ലാം, ഏത് സമയത്തും നിന്നെ വെട്ടാം എന്ന് ശത്രു ഭീഷണി മുഴക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അതിനേക്കാൾ ശക്തമായി സംസാരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു കരുത്ത് വേണം. ഏലിയാവ് മരിക്കാൻ പേടിയുള്ളവനല്ല. ഏലിയാവിന്റെ മനസ്സിൽ പേടി വന്നത്, ദൈവമേ, ഈ പൈശാചിക സിസ്റ്റങ്ങളെ വെല്ലുവിളിച്ച് ചലഞ്ച് ചെയ്ത എന്നെ കൊന്നുകളഞ്ഞാൽ വീണ്ടും ഇസ്രായേലിന്റെ ഗതി എന്തായി തീരും? Who was Elijah? He was a man who stood in the presence of God, who carried the holy glory presence of God. Hallelujah. Elijah, a man of power. He knew how to take dominion. യൂട്യൂബും ഫേസ്ബുക്കും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇതെല്ലാം കണ്ട് രസിക്കുന്ന അങ്ങനെയുള്ളവർക്ക് you cannot operate in dominion and power. It's impossible. പിശാച് തന്റെ വലയിടും, നമ്മെ ആകർഷിക്കും, നമ്മെ കൗളിപ്പിക്കും, നമ്മളെ മൂർച്ച കത്തിയുന്നതുപോലെ, so that you will not have sharpness. Enjoy as much as you want in the social media. നീ കണ്ട് രസിക്കുക. If you come to the place of prayer, പ്രാർത്ഥനയുടെ ആ പീഠത്തിലേക്ക് നീ വന്നാൽ നീ ആള് മാറും. നീ ആരാധനയുടെ പീഠത്തിലേക്ക് വന്നാൽ നീ ആള് മാറും. നിന്റെ നോട്ടം മാറും. നിന്റെ കണ്ണുകൾ വിശുദ്ധ കണ്ണുകളാകും. നിന്റെ ശബ്ദം മൂർച്ചയേറിയ ആയുധങ്ങൾ പോലെയാകും. You become a man of power by standing in the presence of God. കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. കരങ്ങളെ നന്നായി അടിച്ച് അല്പസമയം ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മുടെ ശക്തിയിലോ നമ്മുടെ ബലത്തിലോ നമ്മുടെ കഴിവിലോ അല്ല 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 അല്ല. ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ തന്റെ സ്വന്തം പുത്രനും പുത്രിയുമാക്കി മാറ്റി. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം സകലത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിൽ നാം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ വെളിപ്പാടുകളാൽ ദൈവം നമ്മെ ഒന്ന് പിടിക്കട്ടെ. You have made me to have a dominion over the works of thy hands. നിന്റെ കൈകളുടെ പ്രവൃത്തിയുടെ മേൽ ദൈവം നമ്മെ അധികാരികളാക്കി, സകലത്തെയും നമ്മുടെ കാൽ കീഴിലുമാക്കി വെച്ചു. ദൈവം നമ്മെ വിശ്വസിക്കുന്നു. ദൈവം നമ്മിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ചില യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ നാം അവനെ ആദ്യം സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവമാണ് നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന ഈ വേല. ആ ദൈവ പ്രവർത്തിക്കായി നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ ദത്തെടുത്തു, തന്റെ പുത്രനിൽ അവൻ നമ്മെ സ്വീകരിച്ചിരിക്കുന്നു. For he has chosen me, for he has adopted me, for he has accepted me in the beloved. Oh, Rabana Sheba Balata Rabba Sheba. Wow, 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 wow. Praise God. Eliyahu, Elijah, a man who walked in kingdom dominion. 2026 ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ അധികാരികളാണ് നിങ്ങൾ ഓരോരുത്തരും. 2026 is an year of kingdom dominion where God has appointed you and anointed you with an assignment to bring about kingdom dominion on the faith. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സ്വന്തം ഓഫീസേഴ്സ് ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഈ ദൈവദിന ഉപദേശങ്ങൾ, ഇവിടെയുള്ള അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ, പകർച്ചകളെല്ലാം നമ്മെ നമ്മുടെ ദൗത്യത്തിനു വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. So 2026 is a year of kingdom dominion. ദൈവരാജ്യത്തിന്റെ ആധിപത്യം നാം ജീവിക്കുന്നിടത്ത്, നാം താമസിക്കുന്നിടത്ത്, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും കൊണ്ടുവരുവാൻ ദൈവം, മനുഷ്യനല്ല, പാസ്റ്റർ അല്ല, ഒരു ദൈവസഭയല്ല, ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. Oh yes, I walk with that burden. ആ ഒരു ഭാരത്താൽ, it is that burden that consumes me. Amen. Hallelujah. 1 രാജാക്കന്മാർ 16 അധ്യായത്തിന്റെ 34 വാക്യം തൊട്ട് വായിക്കാം. സ്തോത്രം. ഏലിയാവ് തന്റെ കാലഘട്ടത്തിൽ ഒരു ദൈവശക്തമായി പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ കൊണ്ടുവന്ന തിളങ്ങുന്ന ഒരു അഭിഷേക്തൻ. ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ നമ്മൾ ഏലിയാവിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയല്ല, ഏലിയാവിന്റെ പിന്നിൽ വ്യാപരിച്ച, ഏലിയാവിനെ ഏലിയാവാക്കി തീർത്ത ഒരു ആത്മാവുണ്ട്. There is a spirit of Elijah and it is still actively working in his church. ഏലിയാവിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ആത്മാവുണ്ട്. ഏലിയാവ് എന്ന മനുഷ്യൻ ദൈവത്തോട് അത്രമാത്രം ചേർന്ന് നടന്നതുകൊണ്ട് ദൈവത്തിന് അങ്ങ് ഇഷ്ടം തോന്നി ആ പരിശുദ്ധാത്മാവിനെ, ഏലിയാവിന്റെ ആത്മാവ്, the spirit of Elijah. God liked and loved that man so much
ഏലിയാവ് അത്രമാത്രം ദൈവത്തോടും ദൈവത്തിന്റെ ആത്മാവിനോടും ദൈവ പ്രവർത്തികളോടും ദൈവത്തിന്റെ ഹൃദയത്തോടും ഒട്ടിച്ചേർന്നതുകൊണ്ട് ദൈവം ഏലിയാവിനെ പ്രവാചകന്മാരുടെ ദ പ്രോഫറ്റ്സ് എന്നറിയപ്പെടുമ്പോൾ യേശു കർത്താവിനെ മറുരൂപ മലയിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുവാൻ വന്ന ഹല്ലേലൂയ യേശു പറഞ്ഞു, ന്യായപ്രമാണവും the laws and the prophets they testify about me. മോശ 5 പുസ്തകങ്ങൾ എഴുതിയ ന്യായപ്രമാണത്തെ 10 കൽപ്പനകളെ ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യർക്ക് കൊണ്ടുവന്ന ന്യായപ്രമാണത്തിന്റെ ഉറവിടമായ സോഴ്സ് ആയിരിക്കുന്ന ഉടയവനായിരിക്കുന്ന the Moses, the prophets. ഹല്ലേലൂയ. അപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? പ്രവാചകന്മാർ. ദൈവത്തിന്റെ ശബ്ദം മനുഷ്യരിലേക്ക് കൊണ്ടുവന്ന the prophets, the law and the prophets. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഏലിയാവിനെ കുറിച്ച് നാം കേൾക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിനെ ഏലിയാവാക്കി തീർത്ത തന്റെ സമർപ്പണം, ഏലിയാവിനെ ദൈവത്തിന്റെ ഒരു പ്രവാചക ശബ്ദമാക്കി, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ദൈവത്തിന് വേണ്ടി പാത ഒഴുക്കുന്ന വഴിയൊരുക്കുന്ന ഏലിയാവിന്റെ ആത്മാവ്, the spirit of Elijah. ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് that we will be captured and captivated by the spirit of Elijah. ഏലിയാവിന്റെ ആ ആത്മാവിനാൽ നാം ഒന്ന് പിടിക്കപ്പെടട്ടെ, because that's the spirit of dominion. അത് ആധിപത്യത്തിന്റെ ആത്മാവാണ്. കാലഘട്ടത്തിന്റെ ശബ്ദമായി, കാലഘട്ടത്തിന്റെ പ്രവാചകനായി ഇതാ ഒരു തീപ്പന്തം പോലെ കത്തി പുറപ്പെടുന്ന ഒരു ശബ്ദം. That's Elijah. He's a difference maker. He's a man who stands in the presence of God. അവിടെയും ഇവിടെ നിൽക്കുന്നവനല്ല, അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമക്കുന്നവനാണ്. That's who Elijah is. And God says, Ajit, will you be my man in this generation? ഈ കാലഘട്ടത്തിൽ നീ എന്റെ മനുഷ്യനായി തീരുമോ? നീ എന്റെ ശബ്ദമായി തീരുമോ? ഹല്ലേലൂയ. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ പുത്രന്മാരെ, പുത്രിമാരെ, will you be that man? ഹല്ലേലൂയ. ചുറ്റും എന്തും നടന്നോട്ടെ, ഇന്ന് നാം ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്റെ ദൗത്യം ഇന്ന് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലാണ് ഏലിയാവിനെ എടുക്കുന്നത്. അഗ്നിരഥങ്ങളും കുതിരകളും വന്ന് താന്റെ സ്തോത്രം ആ കാറ്റിൽ എടുക്കപ്പെടുകയാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ അധ്യായം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാം അധ്യായത്തിൽ കിടക്കുന്ന ആ ഒരു മെസ്സേജ് ആണ് ഇന്നത്തെ മെസ്സേജ്. If I be a man of God, ഞാൻ ഒരു ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ, Amen. That was his last ministry. അത് കഴിഞ്ഞ് താൻ യോർദാനെ പിളർന്ന് ആകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ഏലിയാവ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 16-ാം അധ്യായം അതിന്റെ അവസാനത്തെ ആ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. താൻ ജീവിച്ച ആ സമയം, ആ കാലഘട്ടം, അന്നത്തെ അവിടുത്തെ ആത്മീയ അന്തരീക്ഷം, പൊളിറ്റിക്കൽ സെനാരിയോ. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 29-ാമത്തെ വാക്യം. യെസ്. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഇസ്രായേലിൽ ഒരു രാജാവ് വെളിപ്പെടുകയാണ്, ആഹാബ്. യെസ്. ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബോത്തിന്റെ മകനായ യെരോബിയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സിദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് ജനിക്കുന്നതിന് 900 വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. This is a historical event that happened 900 years before Christ was born. ആ സമയത്ത് അഹാബ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. തന്റെ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ കോപിപ്പിക്കുന്ന മറ്റേ രാജാക്കന്മാർ ഒത്തിരി ദുഷ്ടതകൾ ചെയ്തു, പക്ഷേ അവരെക്കാൾ സീനിയറായി ദൈവത്തിന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെ കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ഒരു ദേശത്തിൽ ജനത്തിന്റെ മധ്യേ അഹാബ് ചെയ്യുന്ന എന്താണ്? ദൈവത്തിന്റെ ആരാധനകൾ, സത്യ ആരാധനകൾ മാറ്റി അവിടെ ബാലിനെ ആരാധിക്കുന്ന ബലിപീഠങ്ങൾ പണിയുകയാണ്. Here is a man who changed it through worship and brought false religion. പൈശാചിക ഓൾട്ടറുകളെ, ഡിമോണിക് ഓൾട്ടറുകളെ, മന്ത്രവാദത്തെയും ആഭിചാരത്തെയും ഒരു ദേശത്തേക്ക്, ദൈവത്തിന്റെ ജനമെന്ന, ദൈവത്തിന്റെ ദേശമെന്ന് അറിയപ്പെടുന്ന ഇസ്രായേൽ ദേശത്തിലേക്കും ഇസ്രായേൽ ജനത്തിലേക്കും ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബാൽ യെസിബേൽ കോമ്പിനേഷൻ, ആഹാബ് യെസിബേൽ കോമ്പിനേഷൻ. അന്ന് ഉണ്ടായിരിക്കുന്ന ഭരണത്തെ നിയന്ത്രിച്ചു നടത്തുന്ന ഭരണ മേധാവികൾ പൈശാചിക ഓൾട്ടറുകളെ പണിതെടുത്ത ദൈവത്തിന്റെ സത്യ ആരാധകരെ, സത്യ ആരാധനയെ, വിശുദ്ധമായ ആരാധനയെ, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വ്യവസ്ഥകളും അതിനെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ ദേശത്തിൽ ബാലിന്റെ പ്രവാചകന്മാരാണ്, അശേരയുടെ പ്രവാചകന്മാരാണ്. എവിടെ നോക്കിയാലും ബാലിനും അശേരയ്ക്കും യാഗങ്ങൾ നടക്കുകയാണ്. It was a time of spiritual and moral decline. ഭയങ്കരമായ പൈശാചിക അന്ധകാരം വ്യാപരിച്ചിരിക്കുന്ന ഒരു സമയം, ജനം ഓടി ഒളിക്കുന്ന ഒരു സമയം. ഇന്ന് ഭാരതത്തിന്റെ അന്തരീക്ഷവും ഇതുപോലെ ആയിരിക്കുകയാണ്. ബാലിന്റെയും അശേരയുടെയും മാന്ത്രിക ശക്തികളും ഒക്കെ ആശ്രയിച്ച് പീഠങ്ങൾ പണിത അങ്ങനെയുള്ള ഒരു അന്ധകാരത്തിന്റെ സമയമായിരുന്നു അന്ന് യേശു ജനിക്കുന്നതിന് 900 വർഷങ്ങൾക്ക് 900 years back. It was demonic reign. പൈശാചിക വാഴ്ച നടത്തുക, പൈശാചിക ആധിപത്യമാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാരുണ്ടോ നോക്കി കഴിഞ്ഞാൽ ആരെയും കാണുന്നില്ല. എല്ലാവരും അണ്ടർഗ്രൗണ്ട് ആണ്, എല്ലാവരും ഒളിഞ്ഞിരിക്കുകയാണ്, എല്ലാവരുടെയും വാ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏലിയ പറഞ്ഞത് ഞാൻ മാത്രമെന്ന്. ഏലിയാവിന് പോലും അറിയത്തില്ല ഇത്രയും ജനം അവിടെ ഉണ്ട് കർത്താവിന് ദൈവത്തെ സേവിക്കുന്ന. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ആ മനുഷ്യനെ ദൈവത്തിന്റെ ഒരു മനുഷ്യൻ മാത്രമല്ല, കാലഘട്ടത്തിൽ ഒരു വ്യക്തി പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഏലിയാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു സിസ്റ്റത്തെ കാണിക്കുകയാണ്. പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഒരു വഴി. ഇറ്റ്സ് എ വേ, ഇറ്റ്സ് എ സിസ്റ്റം, ഇറ്റ്സ് ആൻ എക്കോണമി ഓഫ് ഗോഡ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഏലിയാവ് ആരായിരുന്നു, ഏലിയാവ് എന്ത് ചെയ്തെന്നും ഏലിയാവ് എങ്ങനെയാണ് ദൈവിക ആധിപത്യത്തെ കൊണ്ടുവന്നത് എന്ന് നാം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ പൈശാചികം ഏറ്റവും പ്രബലപ്പെട്ട് ആധിപത്യം, അന്ധകാരത്തിന്റെ ആ വ്യാപാരങ്ങൾ നടക്കുന്നതിന് മധ്യത്തിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഗിലെയാദിലെ I say by the Spirit of God, പൈശാചികൻ വാഴുമ്പോൾ, പൈശാചിക ആധിപത്യങ്ങൾ വ്യാപരിക്കുമ്പോൾ, അന്ധകാരം ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ, കൂരിരുട്ട് ഭൂമിയിൽ നിറയ്ക്കുമ്പോൾ ദൈവത്തിന് എപ്പോഴും ഇഷ്ടം എന്നാൽ but now in the midst of darkness, in the midst of satanic dominion, പൈശാചിക ആധിപത്യത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്ന ഒരു എന്നാൽ. ഹല്ലേലൂയ. ആ എന്നാൽ നിങ്ങളായിത്തീരുമോ, നാം ആയിത്തീരുമോ, ദൈവസഭയായിത്തീരുമോ? ഹല്ലേലൂയ. Now Elijah from Gilead the Tishbite, അവൻ എഴുന്നേൽക്കുകയാണ്. തന്റെ കാലഘട്ടത്തിൽ, തന്റെ തലമുറയിൽ ഒരു ശബ്ദമായി ദൈവത്തിന്റെ ഒരു ശബ്ദം, ഒരു വെളിച്ചം എഴുന്നേൽക്കുകയാണ്. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. തിശ്ബ്യനായ, ഗിലെയാദിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഈ ആണ്ടുകളിൽ വേഗയില്ല. ഹല്ലേലൂയ. What a dominion. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ 450 പ്രവാചകന്മാർ, 850 ശക്തമായ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ നിൽക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ഒരു മനുഷ്യൻ, ഏലിയാവിന്റെ ആത്മാവ്, the spirit of boldness, the spirit who takes up challenge, the spirit who likes to fight, the spirit who comes against everything that's oppressing God. ദൈവത്തിന് വിരോധമായ, ദൈവത്തിന്റെ സിസ്റ്റത്തിന് വിരോധമായ, ദൈവത്തിന്റെ ആധിപത്യത്തിന് വിരോധമായി എഴുന്നേറ്റ് പോരാടുന്ന ഒരു ആത്മാവാണ് ഏലിയാവ്. Hallelujah. No. If you want to take dominion, you have to rise like a king. You have to rise like a warrior. You have to rise like a champion. It's not the time for being humble. താഴ്മ ധരിക്കേണ്ടത് നാം താഴ്മ ധരിക്കണം. താഴ്മയുടെ ഹൃദയവും ആത്മാവും യേശു ആൾക്കാരുടെ കാലുകൾ കഴുകി. That's the spirit of humility. But when it comes to war, you don't win war by humility. You win war by confrontation. ആമേൻ. ഇവിടെ നിന്ന് രാജാവിനോട് സംസാരിക്കുക. ദൈവത്തിന്റെ മനുഷ്യനായി തീർന്നു, ദൈവത്തിന്റെ വായായി തീർന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകളായി തീർന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ അഹങ്കാരി, അങ്ങനല്ലേ നാം ചിന്തിക്കുന്നത്? ഏലിയാവേ, നീ പറഞ്ഞിട്ടല്ല. No. That's what happens. It's not lack of humility. അങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് താഴ്മയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നതാ, ദൈവത്തിന്റെ പ്രവാചകനാണ്. So get ready, people of God, church, get ready. ഇങ്ങനെയുള്ള സമയങ്ങളിലേക്ക് if we want to draw hallelujah confrontation, ബാലിന്റെ യാഗപീഠങ്ങളെ തകർക്കണമെങ്കിൽ, അശേരയുടെ യാഗപീഠങ്ങളെ തകർക്കണമെങ്കിൽ, പൈശാചിക അധികാരികളെ, പ്രധാനങ്ങളെ തകർക്കണമെങ്കിൽ, പിടിച്ചുകെട്ടണമെങ്കിൽ, somebody has to rise in the ranks of the spirit and put on the spirit of Elijah. ഏലിയാവിനെ മരിക്കാൻ പേടിയാണോ? അതുകൊണ്ടാണോ താൻ ഡിപ്രഷനിൽ പോയത്? യെസബേലിന്റെ വാക്കിന് മുമ്പിൽ താൻ ഭയപ്പെട്ടു പോയത്? ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു അങ്ങനെയല്ല. ഏലിയാവിനെ കൊന്നുകളയുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ഈ ദൗത്യത്തിന് വേണ്ടി ഈ പുസ്തകം പിടിച്ച് ഇറങ്ങുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ചർച്ചയിൽ ഇങ്ങനെ കിടന്ന് ചാടാൻ എളുപ്പമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ഏത് സമയത്തും നിന്നെ പിടിച്ച് ജയിലിടാം, ഏത് സമയത്തും നിന്നെ തടവിലാക്കാം, ഏത് സമയത്തും നിന്നെ കൊല്ലാം, ഏത് സമയത്തും നിന്നെ വെട്ടാം എന്ന് ശത്രു ഭീഷണി മുഴക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അതിനേക്കാൾ ശക്തമായി സംസാരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു കരുത്ത് വേണം. ഏലിയാവ് മരിക്കാൻ പേടിയുള്ളവനല്ല. ഏലിയാവിന്റെ മനസ്സിൽ പേടി വന്നത്, ദൈവമേ, ഈ പൈശാചിക സിസ്റ്റങ്ങളെ വെല്ലുവിളിച്ച് ചലഞ്ച് ചെയ്ത എന്നെ കൊന്നുകളഞ്ഞാൽ വീണ്ടും ഇസ്രായേലിന്റെ ഗതി എന്തായി തീരും? അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി. ഈ പൈശാചിക യെസബേലിന്റെ കയ്യിൽ എനിക്ക് മരിക്കണ്ട. Take me home. Prophets are never afraid to die. Apostles are never afraid to die. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മരിക്കുവാൻ അവർ ഹല്ലേലൂയ ഡെത്ത് വാറന്റിട്ടോണ്ടാണ് നടക്കുന്നത്. ഏത് സമയത്തും ഹല്ലേലൂയ. സമയത്തിന് മുമ്പേ മരണം അടുത്തു വന്നാൽ മരണത്തെ ശാസിച്ച് അകറ്റും. മരിക്കാൻ സമയമാണ് എന്ന് നിയോഗിച്ചാൽ ആ ബലിപീഠത്തിൽ നിന്ന് യേശുവിന് വേണ്ടി മരിക്കുവാൻ I want to be a martyr. ദൈവത്തിന്റെ ഹല്ലേലൂയ ഭാരതത്തിന്റെ ഇടിഞ്ഞടക്കുന്ന യാഗപീഠങ്ങളെ പണിയുവാൻ ദൈവത്തിന് ഒരു ജനതയെ വേണം.
ഒരു ജനതയെ വേണം, ഒരു ജനതയെ വേണം. വെല്ലുവിളികളുടെ prophet Elijah, I will kill you. Hallelujah എന്ന് പറയുന്ന സഭകളെ പൂട്ടുന്നു, ഭയമുളവാക്കുന്നു. അതിന്റെ മധ്യത്തിൽ ഏലിയാവിന്റെ ആത്മാവിനാൽ എഴുന്നേറ്റ് ഗർജിക്കുന്ന, സംസാരിക്കുന്ന വെറും സംസാരമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ആണ്ടുകളിൽ ഞാൻ പറയാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഹല്ലേലൂയ. തുടർന്ന് നമുക്കറിയാം, താൻ ആഹാബിനെ പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം. കർമ്മേലിലേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് അവിടോട്ട് നമുക്കൊന്ന് ജമ്പ് ചെയ്യാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. സ്തോത്രം. എല്ലാവരെയും കർമ്മേലിലേക്ക് വിളിച്ച് കൂട്ടുകയാണ്. Who was Elijah? He was a man who stood in the presence of God, who carried the holy glory presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെയും മഹത്വത്തെയും വഹിച്ച ഒരു മനുഷ്യൻ. ഏലിയാവായിരുന്നു a man of God's presence. Hallelujah. A man who was willing to confront and challenge demonic altars. Hallelujah. Amen. Yes. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. സ്തോത്രം. രാജാവ് പറയുക, നീ ആരാ? പ്രവാചകനാണ്, ദൈവത്തിന്റെ വായാണ്, ദൈവരാജ്യത്തിന്റെ ആധിപത്യം കൊണ്ടുവരുവാൻ നീയാണോ ഇസ്രായേലിനെ എന്ത് ചെയ്യുന്നത്? കഷ്ടപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സൊല്യൂഷനായി വന്നവനെ തന്നെ എന്ത് ചെയ്തു? Are you the one who is troubling Israel? ഇസ്രായേലിൽ സമാധാനം ദൈവത്തിന്റെ പദ്ധതികളെ കൊണ്ടുവന്ന ആ വ്യക്തികളെ പിശാച് എഴുന്ന പേര് നോക്കിയേ. Are you the troubler of Israel? Elijah is not too humble. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നാം ചിന്തിക്കുന്നത് ഏലിയാവ് ഭയങ്കര ഞാൻ ആരുമല്ലേ, ഞാൻ ഒന്നുമല്ലേ. No, he was a man of God. He knew his authority. തന്റെ അധികാരത്തെയും ആധിപത്യത്തെയും നന്നായി അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ള ഒരു താഴ്മയല്ല ഏലിയാവ് ഇവിടുന്ന്. നോക്കിയേ, സ്തോത്രം. താൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെസ്. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നത് ഞാനല്ല, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. നീ ബാൽ വിഗ്രഹം. നോക്കിയേ, ദൈവത്തിന്റെ കൽപ്പനയിൽ ഏലിയാവ് വന്ന് ആഹാബിനോട് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ 3 വർഷം എന്ത് ചെയ്തു? ആകാശമണ്ഡലങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ. Somebody say Elijah was a man of power and dominion. ആകാശമണ്ഡലങ്ങളെ അടയ്ക്കുവാൻ, തുറക്കുവാൻ കഴിവുള്ളവൻ, അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ. A man, Elijah was a man of power. He was a man who exercised dominion over nature. Hallelujah. ഈ ദിവസങ്ങളിൽ നാം ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ, ഈ ദൂതുകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മെ അങ്ങനെ ആക്കി തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഏലിയാവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. Hallelujah. Elijah, a man of power. അക്കാലം ഉയർത്തി പറയാം, Elijah was a man of power. He knew how to take dominion. സ്തോത്രം. യൂട്യൂബും ഫേസ്ബുക്കും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും, ഹല്ലേലൂയ, സ്തോത്രം, ഇതെല്ലാം കണ്ട് രസിക്കുന്ന അങ്ങനെയുള്ളവർക്ക് you cannot operate in dominion and power. It's impossible. പിശാച് തന്റെ വലയിടും, നമ്മെ ആകർഷിക്കും, നമ്മെ കൗളിപ്പിക്കും. The devil will entice us and bring us നമ്മളെ മൂർച്ച കത്തിയുന്നതുപോലെ, so that you will not have sharpness. Enjoy as much as you want in the social media. നീ കണ്ട് രസിക്കുക. Because if you come and stand in the presence of God, if you come to the place of prayer, പ്രാർത്ഥനയുടെ ആ പീഠത്തിലേക്ക് നീ വന്നാൽ നീ ആള് മാറും. നീ ആരാധനയുടെ പീഠത്തിലേക്ക് വന്നാൽ നീ ആള് മാറും. നിന്റെ നോട്ടം മാറും. നിന്റെ കണ്ണുകൾ വിശുദ്ധ കണ്ണുകളാകും. നിന്റെ ശബ്ദം മൂർച്ചേറിയ ആയുധങ്ങൾ പോലെയാകും. You become a man of power by standing in the presence of God. Amen. 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഏലിയാവ് അടുത്തിയെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? പിന്മാറി കിടക്കുന്ന സത്യാരാധന നഷ്ടപ്പെട്ട് ജനം സത്യമേതെന്ന് അറിയാതെ ബാലന്റെയും അശേരയുടെയും പുറയിൽ പോകുന്ന ഈ പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുക. വാക്കുകൾ കൊണ്ടല്ല, not by words but by a demonstration. കർമ്മേലിന്റെ പുറത്ത് ഒരു തീപ്പൊരി പ്രസംഗം കൊണ്ടല്ല, by it was by a demonstration of the raw power of God. ദൈവത്തിന്റെ തീ ഇറക്കി കർമ്മേലിൽ. ദൈവമാണ് എന്നെ അയച്ചതെന്നും ദൈവത്തിന്റെ സിസ്റ്റത്തെ കൊണ്ടുവരുവാനാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കും, കർത്താവേ, പ്രസംഗങ്ങൾ പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അറ്റസ്റ്റേഷൻ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഡൊമിനിയൻ. And the church will be a church of his power, the raw power of God. ജനത്തെ വിളിച്ചു കൂട്ടുകയാണ്. യെസ്. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. കള്ളം പറയല്ല, തന്റെ റേഞ്ചിൽ ദൈവം അതെല്ലാം മറച്ചു വെച്ചു. ചില സമയത്ത് നമുക്ക് തോന്നുന്നു ആ മാത്രമേ ഉള്ളെന്ന്. അഹങ്കാരമല്ല, താനൊരു പ്രവാചകനാ. പക്ഷെ പ്രവാചകന്മാർക്കും ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? ദൈവം മറച്ചു വെക്കും. ദൈവത്തിന്റെ പദ്ധതികളെ നിവർത്തുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയെ, നാം പോകേണ്ട ആ ജേർണിയെ, ഹല്ലേലൂയ, അതിൽ നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ ഫോം ചെയ്യുവാൻ പല കാര്യങ്ങൾ ദൈവം നമ്മളെ എന്ത് ചെയ്തില്ല, ദൈവം അറിയിക്കത്തില്ല. ആമേൻ. യെസ്.
ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. നമുക്ക് ആ ഭാഗമെല്ലാം അറിയാമല്ലോ. കർമ്മേലിന്റെ പർവ്വതത്തിൽ ഒരു ഓപ്പൺ ചാലഞ്ച്. Somebody say Elijah did not come to play a party. He came to challenge and confront and destroy the altars. Somebody say Elijah was a challenger. ആധിപത്യം എടുക്കണമോ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം കൊണ്ടുവരണമോ, you have to come and be a challenger in the name of God. Amen. Elijah destroyed the demonic altars. പൈശാചികമായ ഓൾട്ടറുകളെ തകർക്കുന്ന ആധിപത്യം, പൈശാചിക ഫോഴ്സുകളെ, പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് ദൈവത്തിന്റെ ആധിപത്യത്തെ സ്ഥാപിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു മനുഷ്യനാണ്, ഒരു വഴിയാണ് ഏലിയാവും ഏലിയാവിന്റെ ആത്മാവ്. 26-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങളുടെ ദൈവത്തെ വിളിക്കട്ടെ, ബാലിനെ വിളിക്കട്ടെ, വിളിക്കേണ്ടവരെല്ലാം വിളിക്കട്ടെ. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി ബാലെ ഉത്തരമരളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചു. നമുക്കതെല്ലാം അറിയാമല്ലോ. രാവിലെ ഉച്ചവരെ വിളിക്കുന്നു. അത് കഴിഞ്ഞ പിന്നെ സ്തോത്രം ഏലിയാവ് വീണ്ടും അവർക്ക് എരിയേറ്റുന്ന പോലെ അവരെ കളിയാക്കുന്നു. കുറച്ചുകൂടെ ഒച്ചത്തിൽ വിളിക്കുക, ഉറങ്ങുകയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ഒരു സിസ്റ്റത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഓൾട്ടേഴ്സ്. നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ ഓൾട്ടർ മാത്രമാണ് ശക്തി. അല്ല, പൈശാചിക ഓൾട്ടറുകൾ. ഇന്ന് ഭാരതത്തിന്റെ പൈശാചിക ഓൾട്ടറുകൾ ഭയങ്കര പ്രബലപ്പെട്ട് നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ശുദ്ധവും ആവിചാരവും മന്ത്രവാദവും ഒക്കെ ഭയങ്കര ഹൈ ലെവലിലാണ്. സാധാരണ രീതിയിൽ ഓൾട്ടറിൽ തീ കത്താത്തപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തെ അവർ മുറിക്കുകയാണ്. 28-ാമത്തെ വാക്യം. അവർ ഉറക്കെ വിളിച്ചു പതിവ് പോലെ രക്തം ഒഴുകുമ്പോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഹല്ലേലൂയ. ഡിമോണിക് ഓൾട്ടേഴ്സ്, ബ്ലഡ് രക്തം കൊണ്ട് നരബലികൾ നടത്തി, മനുഷ്യബലികൾ നടത്തി, പൈശാചിക ഓൾട്ടറുകളെ, മാന്ത്രിക ഓൾട്ടറുകളെ ശക്തിപ്പെടുത്തി സകലത്തെയും അടക്കി വാഴുവാൻ പൈശാചിക സിസ്റ്റം പോരാടുകയാണ്. എല്ലാ ദേശത്തും എല്ലാ സ്ഥലങ്ങളിലും ഇത് സർവ്വസാധാരണമാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ രാജ്യത്തെ സ്ഥാപിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ കൊണ്ടുവരുവാൻ ദൈവവുമായി കണക്ട് ചെയ്തിരിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ അറിയാവുന്ന, തീ കൊണ്ട് ഉത്തരമരുളുവാൻ കഴിയുന്ന ദൈവമാണ് യഹോവയായ ദൈവം എന്ന തിരിച്ചറിവുള്ള ദൈവത്തിന്റെ മനുഷ്യനായി ദൈവത്തിന്റെ ഡൊമിനിയനെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ഏലിയാവ് എഴുന്നേൽക്കുകയാണ്. 30-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ വന്നു ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. തീയുടെ സമയങ്ങളാണ്. ഡൊമിനിയൻ നടത്തണം, തീ വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീ ഇറങ്ങണം. ഹല്ലേലൂയ. കർത്താവിനോട് 3 വർഷക്കാലം യേശുവിന്റെ ശിഷ്യന്മാർ നടന്നു, വചനം ഒത്തിരി പഠിച്ചു. അത് മതിയായിരുന്നെങ്കിൽ അവരെ അനുഗ്രഹിച്ചങ്ങ് വിട്ടേനെ. കർത്താവ് പറഞ്ഞു, ഹാലെ വചനം നിങ്ങൾ പഠിച്ചു, എന്റെ സ്കൂളിലൂടെ കയറി. അത് മാത്രം പോരാ മക്കളെ. 120 പേര് കർത്താവിന്റെ ആ വാക്കിൻ പ്രകാരം പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ അവർ മാളിക മുറിയിലേക്ക് കയറി. അവരുടെ മേൽ തീ വീണു. പരിശുദ്ധാത്മാവിന്റെ തീ വീണു. ആത്മാവിൽ കത്തണമെങ്കിൽ, ദൈവത്തിന്റെ ഡൊമിനിയൻ പൈശാചിക ഓൾട്ടറുകളുടെ മേൽ കൊണ്ടുവരണമെങ്കിൽ തീ കത്തണം. കരമൊക്കെ ഉയർത്തി അല്പസമയം അന്യഭാഷകളിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കത്തുന്ന ഓൾട്ടറുകളാണ് നിങ്ങൾ. നിങ്ങൾ മൗനമായി ഇരുന്നാൽ, ഹല്ലേലൂയ, കല്ലുകൾ ആർക്കും നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഭാരതത്തിന്റെ കല്ലുകൾ ഭാരതം ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആധിപത്യത്തിൽ വരും. നമ്മുടെ ഓൾട്ടർ കത്തിച്ചാൽ, ഹല്ലേലൂയ, അത് നമുക്ക് ഗുണം. നമ്മളെയും ദൈവത്തിന്റെ ചരിത്രത്തിൽ ഓർക്കും. ഭാരതത്തിൽ, ഇന്ത്യയിൽ അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഒരു വേദി ഉണ്ടായിരുന്നു. എനിക്ക് ഭൂമിയിൽ ഭാരതത്തിൽ എന്റെ രാജ്യത്തെ കൊണ്ടുവരുവാൻ എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കിട്ടി. ഇന്ന് നിങ്ങളുടെ ഓൾട്ടർ തീ കത്തുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ആ തീ കത്തട്ടെ. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തീയാണ് നമ്മുടെ ദൈവം. തീയാൽ ഉത്തരം അരുളുന്നവനാണ്. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ തീ ഇറങ്ങിയെങ്കിൽ ഞാനാകുന്ന യാഗപീഠത്തിന്മേൽ ഈ ആത്മാവിന്റെ തീ, ഏലിയാവിന്റെ തീ ഒന്ന് പറയാം. കൈയൊന്ന് നെഞ്ചത്തോട്ട് വെച്ചെന്ന് പറയാം. ആ തീ കത്തട്ടെ. പൈശാചിക ഓൾട്ടറുകളെ കൺഫ്രണ്ട് ചെയ്യണമെങ്കിൽ നിന്നിൽ ഒരു തീ കത്തണം. നിന്നിൽ ആത്മാവിന്റെ തീ കത്തണം. അശേരകളെ താഴ്ക്കണമെങ്കിൽ, ബലിപീഠങ്ങളെ തകർക്കണമെങ്കിൽ. 37-ാമത്തെ വാക്യം. യഹോവേ, എനിക്ക് ഉത്തരം അരുളേണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളേണമേ എന്ന് പറഞ്ഞു. കർമ്മേലിന്റെ മലമുകളിൽ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു, ഒരു ദൈവശബ്ദമായിരുന്നു. പക്ഷെ ആരും അറിയാതെ രഹസ്യ മുറിയിൽ, രഹസ്യ സ്ഥലങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, വീരനാണ് ഏലിയാവ്. Before you can confront on the high places, you have to lay yourselves prostrate on the secret places. സ്ഥലങ്ങളിൽ നെടുമ്പാട് കടന്ന് ദൈവത്തോട് സംസർഗം പുലർത്തുന്ന, കൂട്ടായ്മ പുലർത്തുന്ന പ്രാർത്ഥനയുടെയും അവയാചനയുടെയും മുറവിളികൾ. ഇസ്രായേൽ പൈശാചിക ആധിപത്യത്തിൽ കിടക്കുന്നു. ദൈവമേ, Elijah was a man of intensive prayer. താൻ പ്രാർത്ഥിക്കുക, ദൈവമേ, ഞങ്ങൾക്കല്ല, എനിക്കല്ല, ഞാനൊരു വലിയ പ്രവാചകനാണെന്ന് കാണിക്കുവാനല്ല. But God, the people, ജനം പിന്മാറിക്കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന, അവിശ്വാസത്തിൽ കിടക്കുന്ന, അന്യാരാധകൾ പിടിക്കപ്പെട്ട് കിടക്കുന്ന ജനം. 38-ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ദിവസങ്ങളിൽ കിങ്ഡം ഡൊമിനിയൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം, it never happens by pity partying.
നമ്മുടെ ഈ സങ്കടം പറച്ചിലും കൊണ്ടും കരച്ചിലും കൊണ്ടും. No. It happens by confrontation. Hallelujah. It happens by engaging the enemy Amen. at his place. The fire of God will fall. Amen. ഏലിയാവിന് വേണ്ടി ആ തീ വീണെങ്കിൽ, എന്റെ ഓൾട്ടറിൽ ദൈവത്തിന്റെ തീ വീണുകൊണ്ടിരിക്കുന്നെങ്കിൽ, നാം ചെന്നു നിൽക്കുന്ന എല്ലാ പൈശാചിക ഓൾട്ടറുകളുടെ മേൽ ദൈവത്തിന്റെ ആധിപത്യത്തെ സ്ഥാപിക്കുവാൻ ദൈവത്തിന്റെ തീ വീഴും. Amen. ദൈവത്തിന്റെ തീ. ഏലിയാവിന്റെ ആത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നത്, ഏലിയാവിന് വേണ്ടി ദൈവം സ്വർഗ്ഗം തുറന്ന് തീ ഇറക്കിയെങ്കിൽ, that's the spirit of dominion. That's the spirit of dominion. Will we pay the price? അതിനുവേണ്ടിയുള്ള വില നാം കൊടുക്കുമോ? Will we go deep in prayer? Will we go deep in prayer? Hallelujah. 39ാമത്തെ, when all the people saw this, ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. dominion happens by demonstration. Dominion happens by demonstration. ആധിപത്യം, സ്തോത്രം, ഹല്ലേലൂയ, ചിലത് നാം വരച്ചു കാട്ടുമ്പോഴാണ്, ചിലത് നാം പ്രകടിപ്പിക്കുമ്പോഴാണ്, ചിലത് സ്വന്തം ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ ദൃശ്യമണ്ഡലത്തിൽ നടക്കുമ്പോഴാണ്. നമ്മുടെ കരം ഉയർത്തി, God make me a demonstrator. ആ കരം ഒന്ന് ഉയർത്തി പറയാം, God make me a demonstrator. God make me a demonstrator. God make me a demonstrator of the realms of God. ദൈവത്തിന്റെ റലത്തിന്റെ ഒരു പ്രദർശനശാലയായി. Make me a display exhibition center of the might of God, of the dominion of God. അതെ, കുരുടർ കാണും, ചെകിടർ കേൾക്കും, മരിച്ചവർ ഉയർക്കും, മുടന്തർ നടക്കും, ക്യാൻസറുകൾ മുട്ടുമടക്കും, എല്ലാ പൈശാചിക ആധിപത്യങ്ങളും തകരുന്ന ഒരു ദൈവരാജ്യം. That's the dominion of the kingdom of God. Hallelujah. തീ വീണു. പക്ഷെ 3 വർഷക്കാലം ആകാശമണ്ഡലം അടഞ്ഞിരിക്കുക. മഴയില്ല ഇസ്രായേലിൽ. എല്ലാം വരണ്ടു, എല്ലാം ഉണങ്ങി. ഫാമിൻ, വരൾച്ചയാണ്, ക്ഷാമമാണ്. വീണ്ടും ദൈവത്തിൽ നിന്ന് അരുളപ്പാട്. 41ാമത്തെ വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. A man who had power over the heavens. യാക്കോബ് 5-ാം അധ്യായം 16-18 വരെയുള്ള വാക്യങ്ങൾ. He was a man of prayer. താൻ ആഹാബിനോട് പറയുകയാണ്, വരണ്ട് കിടക്കുകയാണ്, മഴ പെയ്തിട്ടില്ല 3 വർഷക്കാലം. പക്ഷെ താൻ പ്രവാചക ശബ്ദം കൊണ്ടുവരികയാണ്, ആഹാബേ, നിന്റെ രഥം പൊട്ടിപ്പോയിക്കോ, ഞാൻ പെരുമഴയുടെ വലിയ മുഴക്കം. ആ കരമുയർച്ചെന്ന് പറയാം, ഭാരതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പെരുമഴയുടെ ഒരു ശബ്ദം നാം കേട്ടു തുടങ്ങുകയാണ്. ആത്മമഴയുടെ, പരിശുദ്ധാത്മാവിന്റെ മഴയുടെ മുഴക്കത്തിന്റെ ഒരു ശബ്ദം 2026 നാം കയറി നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ആധിപത്യം എടുക്കാൻ ജനം പഠിക്കുമ്പോൾ, തീ ഇറക്കിയാൽ പൈശാചിക ഓൾട്ടറുകളെ നാം തകർത്ത് കളഞ്ഞാൽ, if we confront the principalities and powers, demonic principalities and powers, if we break the demonic altars, the heavens are opened for an outpouring. യേശുവിന്റെ ഊരിൽ നടക്കട്ടെ. ഹല്ലേലൂയ. 2026 ഇവിടെ പിശാച് പൊക്കിയിരിക്കുന്ന എല്ലാ പൈശാചിക ഓൾട്ടറുകൾ, ദൈവത്തിന്റെ ജനം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിച്ച്, prayer is a mighty weapon in the hands of the believer. ഒരു വിശ്വാസിയുടെ കയ്യിൽ, ഒരു ദൈവപുത്രന്റെയും പുത്രിയുടെയും കയ്യിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാധാരണ പ്രാർത്ഥനകളല്ല. പ്രസവ വേദന കിട്ടിയ, ആ പ്രസവ നോവ് കിട്ടിയ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന പോലെ ഏലിയാവ് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുക. പണ്ടുകാലത്ത് സ്ത്രീകൾ പ്രസവിക്കുന്നത് പോലെ he was going into a place of travailing and agonizing prayer. Elijah was a man of deep intense prayer. ഈ ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ വീണ്ടും ആത്മഭാരതയെ വിടുകയായി. Call people for prayer. Call people for travailing, agonizing prayer. Call people. നമ്മൾ 3 ദിവസം ഉപസിച്ചു, 5 ദിവസം പറയാനല്ല. No. അത് ചടങ്ങ് പോലെ. Not a fasting as a religious tradition. യാക്കോബ് 5:16 വാക്യത്തിൽ, the effectual fervent prayer of a righteous man. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പേൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞ് എന്താണ് ഈ നീതിമാൻ? ആരാണ്? ഏത് നീതിമാനെ കുറിച്ചാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്? അടുത്ത വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. Prayer is a place of power. Amen. ദൈവജനം കൂടി വന്ന് വ്യക്തിപരമായും ദൈവസഭ കോർപ്പറേറ്റ് ഫാസ്റ്റിംഗിലേക്കും കൂട്ടമായ ഉപവാസത്തിലേക്കും പ്രാർത്ഥനകളിലേക്കും, മതപരമായ ഉപവാസങ്ങളല്ല, മതപരമായ പ്രാർത്ഥനകളല്ല, but into the place of deep prayer. ഹല്ലേലൂയ. കർമ്മേലിന്റെ മുകളിൽ സ്തോത്രം. ഹല്ലേലൂയ. ആഹാബ് രഥം പൂട്ടി പോകുമ്പോൾ, താൻ കഴിച്ചു കുടിച്ചു പോകുമ്പോൾ, ഏലിയാവ് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുകയാണ്. കംഫർട്ടബിൾ പ്രയർ അല്ല, ചെയറിലിരുന്ന പ്രാർത്ഥനയല്ല. I was travailing prayer. ഉറവിളിക്കുന്ന പ്രാർത്ഥന. തന്റെ മുഴങ്കാലുകളുടെ ഉള്ളിൽ തന്റെ തല കുനിച്ച് ചിലതിന് ജന്മം കൊടുക്കാനുള്ള സിയോന് നോവ് കിട്ടി. ഈശോപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 8-ാം വാക്യം. സിയോന് നോവ് കിട്ടിയ the travailing, agonizing, groaning prayer. Elijah was a man of prayer എന്ന് പറയുമ്പോൾ സാധാരണ പ്രാർത്ഥനയല്ല. It was a travailing prayer. വേദനയുടെ ആത്മഭാരത്താൽ, ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നൊരു വിഷയമല്ല. But he went into the school, into the depths of prayer. Amen. Hallelujah. Amen. Praise be to God. 18-ാം അധ്യായം 45-ാമത്തെ വാക്യം. Yes. In a little while the sky grew black with cloud and wind, and there was heavy shower.
ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. 41 വാക്യം. Now Elijah said to Ahab, go up and ring, for there is a sound of the roar of a heavy shower. 41നും 45 വാക്യങ്ങളുടെ ഇടയിൽ, that's what we call the power of prayer. 41 വാക്യത്തിൽ yes. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. വലിയ മഴയുടെ മുഴക്കമുണ്ട്. 41 മുഴക്കം കേൾക്കുകയാ. 45 ആ മുഴക്കം യാഥാർത്ഥ്യമായി ഒരു മാനിഫെസ്റ്റേഷനിലേക്ക്, ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ അടയാളങ്ങളായി മഴ പെയ്തിറങ്ങുക. ഒന്ന് പറയാം, മഴ പെയ്തിറങ്ങുകയാണ്. 41 വാക്യത്തിനും 45 വാക്യത്തിനും ഇടയിൽ എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ താൻ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോയി. He went into the depths of prayer. He humbled himself in prayer. If you will humble himself in prayer, you will rise up. If you will go down in prayer, then you will rise up in power. A church goes down in prayer, a church will rise up. Hallelujah. A church that is willing to go down in prayer will rise up in power. The spirit of Elijah. The spirit of ഏലിയാവിന്റെ ആത്മാവ് അത് പ്രാർത്ഥനയുടെയും മുറവിളിയുടെയും. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 66 അധ്യായം 8 വാക്യം വായിക്കാം. സിയോന് നോവ് കൂട്ടി. ആ നോവ് തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണം ആ നോവ്? ആത്മാവിന്റെ നോവ് ആർക്ക് വേണം? ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ യേശുവിന്റെ ഊരിന് മേൽ ആർക്ക് വേണം ആ നോവ്? കേരളത്തിൽ ആർക്ക് വേണം ആ നോവ്? ഭാരതത്തിൽ ആർക്ക് വേണം ആ നോവ്? യെസ്, നമുക്ക് വായിക്കാം. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഈ വക ആര് കേട്ടിട്ടുണ്ട്? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട്. അതെ, നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടെ പോയാൽ ശക്തിയിൽ ആമേൻ നമുക്ക് എഴുന്നേൽക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ. കരമുയർത്തി പറയാം, സിയോന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ നോവ് അനേകരെ കയറി പിടിക്കുകയാണ്. നമ്മുടെ സഭായോഗങ്ങളിൽ, ഓൾട്ടറുകളിൽ ഈ നോവ് ചിലരൊക്കെ പിടിക്കുക. ഇറ്റ്സ് കോസ്റ്റ്ലി. അതൊരു കംഫർട്ടബിൾ ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, pour that burden. Hallelujah. എന്റെ കൂടെ എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? pour that burden, pour that burden, pour that burden, pour that burden. മഴ പെയ്തു. Hallelujah. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ. Amen. The effective prayer of a righteous man. Hallelujah. Hallelujah. Amen. 19 അധ്യായത്തിൽ പൈശാചിക ഓൾട്ടറുകൾ പൊളിഞ്ഞു. ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ടപ്പോൾ യെസബേലിന്റെ ശക്തി. 2 വാക്യം പെട്ടെന്ന്. യെസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ആരൊക്കെ പൈശാചിക ഓൾട്ടറുകളെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുമോ ആധിപത്യം കൊണ്ടുവരാൻ എതിർപ്പുണ്ട്. മാനുഷിക എതിർപ്പുകളല്ല, മനുഷ്യരായിരിക്കും എതിർക്കുന്നത്, പക്ഷേ പൈശാചിക എതിർപ്പുകൾ. Demonic opposition and oppression. നിന്റെ മിഷനെ ചെയ്യാതിരിക്കുവാൻ, നിന്നെ തടയുവാൻ പൈശാചിക മണ്ഡലം. നീ ഒരു ഓൾട്ടർ ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞ് അവർ മിണ്ടാതിരിക്കുകയില്ല, അവർ പ്രബലപ്പെടും. Elijah had to go through a tough process. ഇത് കേട്ടപ്പോഴത്തേക്ക് 3 വാക്യം. യെസ്, ഇത് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ്. ആരാ ഭയപ്പെട്ടത്? ഏലിയാവ് ഭയപ്പെട്ടു. ദൈവത്തിന്റെ മനുഷ്യൻ, പ്രാർത്ഥനയുടെ ആഴങ്ങൾ കണ്ട മനുഷ്യൻ, പ്രവാചക ശബ്ദം പറഞ്ഞ മനുഷ്യൻ, ആകാശം കീറി മുറിച്ച് തീയിറക്കിയ മനുഷ്യൻ, മഴ പെയ്ച്ച മനുഷ്യൻ. This is demonic fear. പൈശാചിക ദുരാത്മ മണ്ഡലങ്ങൾ കൊണ്ടുവരുന്ന ഭയം, പേടി, നിന്റെ ജീവനെ നശിപ്പിച്ചു കളയും. മരിക്കാനുള്ള ഭയമല്ല ഏലിയാവിന്. എന്നെ കൊന്നുകളയും. No, it was a pain. എന്റെ മിഷൻ അൺസക്സസ്ഫുൾ ആകുമല്ലോ, എന്റെ മിഷൻ അബോർട്ട് ആകുമല്ലോ. ദൈവം എന്നെ അയച്ച ആ കാര്യം നടക്കാതെ ഇസ്രായേൽ വീണ്ടും അന്ധകാരത്തിന്റെ അവസ്ഥകളിലൂടെ പോകുമല്ലോ. വേറൊരു പ്രവാചകനില്ലല്ലോ. നമുക്കറിയാം. വീണ്ടും ഏലിയാവിനെ തട്ടി ഉണർത്തുകയാണ്. ദൂതൻ വരികയാണ്. ദൂതന്റെ ഇടപെടൽ ഉണ്ടാകുകയാണ്. വെള്ളവും അപ്പവും ഒക്കെ കഴിപ്പിച്ച് 40 ദിവസത്തെ ഒരു യാത്ര കഴിഞ്ഞ് നീ ഹോരേബ് എന്റെ പർവ്വതത്തിൽ വന്നു നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. 19 വാക്യം. So God said, go forth and stand on the mountain before the Lord. Yes, praise God. 15 വാക്യം. Yes. യഹോവ അവനോട് അരുളിച്ചെയ്ത്, എന്തെന്നാൽ നീ പുറപ്പെട്ട് ദമശ്കേക്കിന്റെ ഭൂമി വഴിയായി മടങ്ങിപ്പോക, മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസയേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മഹലയിൽ നിന്നുള്ള സഫത്തിന്റെ മകനായ എലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. Elijah was a man who raised up the next generation. He was a man of power. He was a man of prayer. He was a man of presence. He was a man of passion. He was a prophet. He was a man who raised up the next generation. അടുത്ത തലമുറയെ, അടുത്ത ചില അഭിഷിക്തന്മാരെ, ചില രാജാക്കന്മാരെ, ചില പ്രവാചകന്മാരെ പുറത്തെടുത്ത ഏലിയാവിന്റെ. That's the spirit of Elijah. He raised up the next generation. Amen. ആ പ്രോസസ്സിലൂടെ, ടഫ് പ്രോസസ്സിലൂടെ ഒക്കെ ദൈവം ഏലിയാവിനെ കടത്തിവിട്ടു. തിളങ്ങുന്ന തീജ്വാല പോലെ കത്തുന്ന പന്തമായി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു തീജ്വാല. A shining witness of God. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി, ഞങ്ങളോട് ഇടപെട്ടതിനായി, ദൈവരാജ്യത്തിന്റെ ആധിപത്യം
എങ്ങനെയാ എടുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് എടുക്കേണ്ടത്? എങ്ങനെ എടുക്കുവാൻ കഴിയും? ഹൗ ഡു വി ടേക്ക് കിങ്ഡം ഡൊമിനിയൻ? ഏലിയാവിന്റെ ജീവിതത്തിലൂടെ കർത്താവേ ഞങ്ങളോട് ഇടപെട്ടു. ഏലിയാവെന്ന ആ ദൈവവൃത്യന്റെ ജീവിതത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങയുടെ ആത്മാവ്, the spirit of Elijah, the spirit of Elijah